നമസ്കാരം. നവീൻ ബാബു എന്ന അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ ദുരൂഹ മരണം കഴിഞ്ഞിട്ട് മാസങ്ങളായി. കുടുംബത്തോടൊപ്പം നിന്നവരെയും അതിൻ്റെ പുറത്ത് വാർത്ത എഴുതിയവരെയും ഒന്നും തന്നെ ഇപ്പോൾ കാണാനില്ല. കഴിഞ്ഞ ദിവസം KSUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് ആ മരണത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില കാര്യങ്ങൾ പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. ആ മരണത്തിൻ്റെ കാരണത്തിലേക്ക്, ആ മരണം എങ്ങനെ ഉണ്ടായി എന്നുള്ളതും അത് ഒരു കൊലപാതകമായിരുന്നു എന്ന് തെളിയിക്കത്തക്ക രീതിയിലുള്ള തെളിവുകളുമായിട്ടാണ് മുമ്പോട്ട് വന്നിട്ടുള്ളത്. എത്ര നാൾ കഴിഞ്ഞാലും ഒരു കനൽത്തരിയെങ്കിലും ഉണ്ടെങ്കിൽ സത്യം പുറത്തു വരുമെന്ന് നമുക്കറിയാം. നവീൻ ബാബു മരിച്ച സമയത്ത് വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും പിന്തുടരുന്ന പാർട്ടിക്കാരും ഒക്കെ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രതികളെ പിടിച്ചെടുക്കും, അതിന്റെ കാരണം കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം പ്രിന്റ് മീഡിയ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ചില വീക്കിലികൾ അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ കണ്ണീർ കഥ എഴുതി സർക്കുലേഷൻ വർദ്ധിപ്പിച്ചു. നമ്മുടെ വാർത്താ ചാനലുകൾ കുറേ ദിവസങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ ചെയ്തു. അവർക്ക് ഒരു വിഷയം കിട്ടി അടുത്ത വിഷയത്തിലേക്ക് പോയി. മലയാളി ഇത്രയേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. ആർക്ക് എന്ത് സംഭവിച്ചാലും തൊട്ടടുത്ത സുപ്രഭാതത്തിൽ ഒന്നും സംഭവിക്കാതെ പോകുന്ന പ്രകൃതിയെ പോലെയാണ് മലയാളികളുടെ മനസ്സും എന്നുള്ളതാണ് ഈ സംഭവം കൊണ്ട് തന്നെ നമുക്ക് ബോധ്യമാകുന്നത്. എന്തുകൊണ്ട് നവീൻ ബാബു മരിച്ചു, അതിലേക്ക് എന്താണ് കാരണമായി വന്നത്, അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഈ പറഞ്ഞ മുഹമ്മദ് ഷമാസ് നൽകിയ രേഖകളിലൂടെയും വിവരങ്ങളിലൂടെയും ഒക്കെ പുറത്തു വരുന്നുണ്ട്. മുഹമ്മദ് ഷമാസിനെതിരെ കേസ് നൽകും, നിയമ നടപടി സ്വീകരിക്കുമെന്നൊക്കെ PP ദിവ്യ പറഞ്ഞു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഒരുപക്ഷെ ഒരു വക്കീൽ നോട്ടീസ് അയക്കും, അതിനപ്പുറത്തേക്ക് ഒരു ഡിഫമേഷൻ കേസ് കൊടുക്കാനുള്ള ധൈര്യമൊന്നും കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കില്ല. കാരണം കൈകൾ ശുദ്ധമാണെങ്കിൽ മാത്രമേ ഇതൊക്കെ പുറത്തു പറയാൻ പറ്റത്തുള്ളൂ. ശുദ്ധമല്ലാത്ത കൈകൊണ്ട് ഒന്നുമില്ലായ്മയിൽ വന്ന് കോടികളുടെ സമ്പത്തുണ്ടാക്കി ആ സമ്പത്തിൻ്റെ പുറത്ത് അടയിരിക്കുന്ന ആൾക്കാർക്ക് വേറൊരാൾക്കെതിരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മഞ്ജുഷ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ CBI എൻക്വയറി വേണമെന്നും പറഞ്ഞ് പോയി. അവിടെ സംസ്ഥാന സർക്കാർ CBI എൻക്വയറി എതിർത്തു. ഞങ്ങളിൽ SIT ഉണ്ട്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഫോം ചെയ്തിട്ടുണ്ട്, അവർ നല്ല ശക്തമായി അന്വേഷിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവരെന്താണ് അന്വേഷിച്ചത്? നവീൻ ബാബു എവിടെയൊക്കെ ഉണ്ടാകും, അല്ലെ എവിടെയൊക്കെ ഉണ്ടാകാമായിരുന്നു എന്ന് പറയുന്ന സ്ഥലങ്ങളിലെ CCTV ഒന്നും അവർ പരിശോധിച്ചിട്ടില്ല. അദ്ദേഹം എവിടെയൊക്കെ ഇല്ല എന്നുറപ്പുണ്ടോ അവിടുത്തെയൊക്കെ CCTV ഒക്കെ എടുത്തു. എന്ന് വെച്ചാൽ ഫൈനൽ റിപ്പോർട്ട് എന്തായിരിക്കണമെന്നും അതിന് വിധി എന്തായിരിക്കണമെന്നും മുൻകൂട്ടി തിരക്കഥ തയ്യാറാക്കിയാണ് അന്വേഷണം നടന്നത്. ഇനി ഷമാസ് പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. ഷമാസ് പറയുന്നത് PP ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി വന്നപ്പോൾ ഒരു ബിനാമി കമ്പനി തുടങ്ങി. അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മക്കളുടെ പേരിലും മരുമക്കളുടെ പേരിലും ഒക്കെ വിദേശ രാജ്യങ്ങളിലോ അല്ലെ നമ്മുടെ സംസ്ഥാനത്തൊക്കെ കമ്പനികൾ ഉണ്ടാക്കുക എന്നുള്ളൊരു സ്വാഭാവിക ചുമതലയാണ്. അത് മകളുടെ കമ്പനിയാണ്, ഇത് മകൻ്റെ കമ്പനിയാണ്, മറ്റേ മരുമകൻ്റെ കമ്പനിയാണ്, ഇത് അമ്മായിപ്പൻ്റെ കമ്പനിയാണ്. ഇങ്ങനെ കമ്പനികൾ ഉണ്ടാക്കുക. അപ്പം ഈ ചില സ്ഥലങ്ങളിൽ ചില പോലീസ് സ്റ്റേഷനുകളിൽ കുറേ കാലങ്ങൾക്ക് മുമ്പ് കേട്ടിട്ടുള്ള സംഭവം, നേരിട്ട് കൈക്കൂലി മേടിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഭാര്യയുടെയും അയാളുടെയും പോലീസുകാരൻ്റെ ആരുടെയെങ്കിലും നമ്പർ എഴുതി കൊടുത്തിട്ട് ഇതൊന്ന് റീചാർജ് ചെയ്തേക്കാൻ പറയും. അപ്പോൾ അദ്ദേഹം കൈക്കൂലി മേടിച്ചില്ലല്ലോ, ചെറിയ എമൗണ്ടിന് ഒരു 300 രൂപയ്ക്ക് അല്ല 500 രൂപയ്ക്ക് ചെയ്തേക്കാൻ പറയും. അങ്ങനെ ചെയ്തു കൊടുക്കുന്നതൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ മോടെയും മരുമോൻ്റെയും അമ്മായിപ്പൻ്റെയും മരുമോടെയും ഒക്കെ പേരിൽ കമ്പനികൾ ഉണ്ടാക്കുന്ന ഒരു രീതി ഈ അധികാരത്തിൽ വരുന്നവർക്കെല്ലാം ഉണ്ട്, മക്കൾക്കും എല്ലാം ഉണ്ട്. അത് രാജ്യത്ത് മൊത്തം നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. അത് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ വിജയമായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ. കാരണം ഇവരുടെ മക്കളെയും ഒക്കെ ജീവിതകാലം മൊത്തം തീറ്റിപ്പോറ്റാവുന്നും അവർക്കുള്ള സമ്പത്ത് ഉണ്ടാക്കി കൊടുക്കാവുന്നും നമ്മൾ അവർക്ക് ഒരു എന്താ പറയുന്നത്, ഒരു അലിഖിതമായ കരാർ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്ന പോലെയാണ് ഈ വിരലിൽ നമ്മൾ മഷി ഉരുട്ടുമ്പോൾ തുടങ്ങുന്ന ആ ബന്ധം. PP ദിവ്യയുടെ ഭർത്താവിൻ്റെ അടുത്ത സുഹൃത്തായ മുഹമ്മദ് അസീഫ് എന്ന് പറയുന്ന ഒരാളിൻ്റെ പേരിൽ ഒരു ബിനാമി കമ്പനി രജിസ്റ്റർ ചെയ്തു എന്നാണ് ഷമാസ് പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ അസീഫും PP ദിവ്യയുടെ ഭർത്താവും തമ്മിൽ വളരെ ദീർഘകാലത്തെ ബന്ധമുണ്ട്. ആ പ്രദേശത്തുള്ള ഏക്കർ കണക്കിന് വസ്തുക്കൾ ഇവർ എഴുതി അവരുടെ പേരിൽ വിലയ്ക്ക് വാങ്ങുകയും
ക്രയവിക്രയം ചെയ്യുകയും പല കമ്പനികൾ ചെയ്യുകയും ഒപ്പം ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ പല വർക്കുകളും ഈ കമ്പനി വഴി, ഈ കറക്ക് കമ്പനി വഴി നടത്തുകയും ചെയ്തു എന്നാണ് ഷമ്മാസ് പറയുന്നത്. അപ്പോൾ അതും ഈ പറയുന്ന നമ്മുടെ നവീൻ ബാബുവായിട്ട് എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ, നവീൻ ബാബുവിന്റെ മുമ്പിൽ ഒരു പമ്പിന്റെ ലൈസൻസുമായി ചെന്നത് പ്രശാന്തൻ എന്ന പ്രശാന്താണ്. ഈ പ്രശാന്തൻ എവിടെ ജോലി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന പി ദിവ്യയുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന അതേ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. പ്രശാന്തൻ NOCക്ക് വേണ്ടി ചെല്ലുമ്പോൾ പ്രശാന്തന് വേണ്ടി റെക്കമെൻഡേഷനുമായി ചെല്ലുന്നത് പി ദിവ്യയാണ്. അവിടെയാണ് ആ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. അങ്ങനെ പി ദിവ്യ പ്രശാന്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രശാന്തിന് വേണ്ടി ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് നവീൻ ബാബുവിനെ വിളിക്കുമ്പോൾ, അല്ലെ അതിനു മുമ്പ് തൊട്ട് തന്നെ നവീൻ ബാബു എന്ന സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ, അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറയുന്നത് തന്റെ തലച്ചോറിൽ മൊത്തം അരക്കിട്ടുറപ്പിച്ച് ആ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ പോലും കളയാൻ വേണ്ടി വർഷങ്ങളായി കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ, അല്ലെ അതിനുവേണ്ടി ആ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിക്കാൻ പോലും തയ്യാറായ ഒരു മനുഷ്യൻ, അദ്ദേഹം ഈ ഫയലുകൾ ചെകഞ്ഞെടുത്തു. ആ ചെകഞ്ഞെടുത്ത് ചെല്ലുമ്പോൾ അതിൻ്റെ അവസാനത്തെ ബിന്ദു എന്ന് പറയുന്നത് പി ദിവ്യയും അവരുടെ കറക്ക് കമ്പനിയും ഭർത്താവും അടങ്ങുന്ന ഒരു കോക്കസ് ആണെന്നുള്ള വിവരം അദ്ദേഹത്തിന് കിട്ടി എന്നാണ് ഈ പറയുന്ന മുഹമ്മദ് ഷമ്മാസ് പറഞ്ഞു വെച്ചത്. അതുകൊണ്ടാണ് ആ ഒരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ട് നാളെ ഒരുപക്ഷെ തനിക്കോ തൻ്റെ ഫാമിലിക്കോ തൻ്റെ സുഹൃത്തുക്കൾക്കോ തൻ്റെ പാർട്ടിക്കോ തൻ്റെ പാർട്ടിയിലെ തൻ്റെ നേതാക്കൾക്കോ ഒക്കെ ഈ പറയുന്ന നവീൻ ബാബു ഒരു പാരയായി വരാൻ പാടില്ല എന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അതിന് തക്കതായ ഒരു തിരക്കഥ എഴുതി ആ തിരക്കഥയെ പ്രൊഡ്യൂസ് ചെയ്യുവാൻ വേണ്ടി അരുൺ വിജയൻ എന്ന വൃത്തികെട്ട IAS കൂട്ടുപിടിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥ സത്യം. നാം ചില കാര്യങ്ങൾ അന്വേഷിച്ചു പോകുമ്പോൾ നമ്മളെ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പലയിടത്തും ലഭിക്കാം. അത്തരമൊരു കാര്യമാണ് ഇവിടെയും സംഭവിച്ചത് എന്നാണ് ഷമ്മാസിന്റെ വാക്കുകളിലൂടെ നാം മനസ്സിലാക്കുന്നത്. ഷമ്മാസ് ഒത്തിരി രേഖകൾ പത്രസമ്മേളനത്തിൽ എടുത്തു ഉയർത്തി കാട്ടുന്ന കണ്ടു. ആ രേഖകളൊക്കെ സംസാരിക്കുന്ന രേഖകളായിരുന്നു. അതിനൊന്നും ആരും എതിർത്തിട്ടില്ലല്ലോ. തനിക്ക് അതുമായിട്ട് ബന്ധമില്ല, താനതിനെ നിയമ നടപടി സ്വീകരിക്കും. സാധാരണ എല്ലാ രാഷ്ട്രീയക്കാരും പറയുന്നതാണ്, നിയമ നടപടി സ്വീകരിക്കും, നിയമ നടപടി സ്വീകരിക്കും, നിയമ നടപടി സ്വീകരിക്കും. നിയമ നടപടി സ്വീകരിക്കണമെങ്കിൽ ആരെങ്കിലുമൊക്കെ കൊണ്ട് പരാതി കൊടുക്കണം. ആ പരാതിയുടെ പുറത്തായിരിക്കണമല്ലോ ഇത് ചെയ്യേണ്ടത്. അങ്ങനെ പരാതിപ്പെടാൻ ഇവർക്കാർക്കും പറ്റില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് CBI അന്വേഷണത്തെ ഇവർ ഭയന്നത് എന്നിപ്പോൾ മനസ്സിലാക്കി കാണുമല്ലോ. എന്തായാലും CBI എൻക്വയറി ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷ ഡിവിഷൻ ബെഞ്ചിന് മുമ്പിലേക്ക് അടുത്ത് തന്നെ പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു കാര്യമേ, ഈ ജനത്തെ കൊള്ളയടിച്ച് കറക്ക് കമ്പനി ഉണ്ടാക്കി, ബിനാമി കമ്പനി ഉണ്ടാക്കി തനിക്കും തൻ്റെ പരിവാരങ്ങൾക്കും എർത്തുകൾക്കും മാത്രമായി നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത്, നമ്മുടെ നികുതിപ്പണം ഉൾപ്പെടെ അടിച്ചു മാറ്റുന്ന രാഷ്ട്രീയക്കാരും ഭരണകർത്താക്കളും ഓർക്കണം, ഒരിക്കൽ സത്യം പുറത്തു വരും. ആ സത്യം പുറത്തു വരുമ്പോഴാണ് നിങ്ങളുടെ മുഖം വളരെ വികൃതമായിരിക്കും. പക്ഷേ നിങ്ങളുടെ മുഖം വികൃതമാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഇൻക്ലാബ് വിളിക്കുവാനും നിങ്ങളെ വീണ്ടും വീണ്ടും വിജയിപ്പിച്ചു വിടുവാനും ഇവിടെ കേരള ജനത എന്നൊരു വിഭാഗം ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിലാണ് നിങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നതെന്നുള്ളതാണ് സത്യം. എന്തായിരുന്നാലും മുഹമ്മദ് ഷമ്മാസ് എന്ന ചെറുപ്പക്കാരൻ, അയാൾ ഇനി അടുത്ത നാളിൽ ജീവിച്ചിരിക്കുമെന്നതുപോലെ അറിയാൻ പറ്റില്ല. കാരണം സ്ഥലം കണ്ണൂരാണ്. ഒരു ADMനെ തീർക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ADMന്റെ മരണത്തിലേക്ക് നയിക്കുവാൻ കഴിയുമെങ്കിൽ ഇതൊക്കെ ഇവർക്ക് വളരെ ഈസിയായിട്ട് സാധിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഷമ്മാസിന്റെ ജീവൻ ഷമ്മാസിനോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരോ സംരക്ഷിക്കുമെന്ന് വിശ്വസിക്കാം. എന്നെ എപ്പോഴും വേദനിപ്പിക്കുന്ന ഒരു സംഭവം, സ്വന്തം അച്ഛൻ്റെ ചിതയ്ക്ക് തീ കത്തിക്കുന്ന 2 പെൺമക്കളുടെ രോദനമാണ്. അവരുടെ കണ്ണുകളാണ് ഇപ്പോഴും മുഖത്തുള്ളത്. നിസ്സഹായാവസ്ഥയിൽ നിന്ന ആ 2 പെൺകുട്ടികൾ, അവർക്കെങ്കിലും അച്ഛൻ്റെ മരണത്തിലുള്ള യഥാർത്ഥ കാരണക്കാരെ കണ്ടെത്തുവാൻ കഴിയട്ടെ. ഇനിയും തെളിവുകൾ മുമ്പോട്ട് വരട്ടെ. നവീൻ ബാബുവിനെ കൊന്നവരോ കൊല്ലിച്ചവരോ അല്ലെങ്കിൽ കൊല്ലാൻ കൂട്ടുനിന്നവരോ അല്ലെങ്കിൽ അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ചവരോ എന്തായിരുന്നാലും അതിൻ്റെ സത്യം ഒരു നാൾ പുറത്തു വരുമെന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്ന വാർത്തകളിൽ നിന്നും സംഭവവികാസങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.